നമ്മൾ തിരൂരിലാണ് കൂടുതലായിട്ട് സീറ്റുകൾ കൊടുത്തിട്ടുള്ളത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് താലൂക്ക് വൈസ് ആയിട്ടുള്ള ഡാറ്റയാണ് നമുക്ക് അവിടെ എത്ര കുട്ടികൾ ഈ അഡ്മിഷൻ കിട്ടാതെ പുറത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളതനുസരിച്ചാണ് ബാച്ചുകൾ നമ്മൾ അലോട്ട് ചെയ്തിട്ടുള്ളത്. അല്ലാതെ താലൂക്കിൻ്റെ വലിപ്പമോ അല്ലെങ്കിൽ മറ്റ് പരിഗണനകളോ ഇല്ല. ആ പർട്ടിക്കുലർ താലൂക്കിൽ +1 അപേക്ഷിച്ചിട്ട് ഹ്യൂമാനിറ്റീസിനോ കൊമേഴ്സിനോ അഡ്മിഷൻ കിട്ടാതെ പുറത്ത് നിൽക്കുന്ന കുട്ടികളുടെ എണ്ണം അനുസരിച്ചാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. കുറവ് നിലമ്പൂരാണ്. നിലമ്പൂരിൽ ആവശ്യത്തിന് സീറ്റുകൾ ഉണ്ട്. പിന്നെ ഇതിൽ എല്ലാ താലൂക്കുകളിലും എന്ന് പറയുമ്പോൾ നമ്മൾ തുല്യത ഉറപ്പുവരുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ചില താലൂക്കുകളൊക്കെ മറ്റ് താലൂക്കുകളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. വേർനാട് എന്ന് പറയുമ്പോൾ അങ്ങനെ കിടക്കുന്നുണ്ട്. പൊന്നാനി എന്ന് പറയുമ്പോൾ അങ്ങനെ കിട്ടില്ല നമുക്ക്. അങ്ങനെയുള്ളവർക്ക് പൂർണ്ണമായും ഗവൺമെൻറ് സ്കൂളുകൾ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അറിയാം. അപ്പോൾ അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ 3300 സീറ്റുകളായിരുന്നു. 3330 കുട്ടികളായിരുന്നു. ഈ ഫസ്റ്റ് സപ്ലിമെൻ്ററി അപേക്ഷയിൽ 2 ജില്ലയിലും അപേക്ഷിച്ചവർ. അതായത് പാലക്കാടുള്ള ആൾക്ക്, പട്ടാമ്പിയുള്ള ബോർഡറിലുള്ള ആൾക്ക് മലപ്പുറം അപേക്ഷിക്കാം, അവിടെ അപ്പുറത്തും അപേക്ഷിക്കാം. അങ്ങനെ 2 ജില്ലയിൽ അപേക്ഷിച്ച 3300 കുട്ടികളിൽ അവർ ഒരു ജില്ലയിലേ ചേർന്നിട്ടുണ്ടാവുള്ളൂ. തൃശ്ശൂരിനും മലപ്പുറം അപേക്ഷിച്ച് തൃശ്ശൂരെ ചേർന്നിട്ടുണ്ടാവുള്ളൂ ബോർഡറിൽ. അങ്ങനെ ചേരാത്ത എവിടെയെങ്കിലും ചേർന്നുണ്ടാവും അവർ. അങ്ങനെ വന്നതായിരിക്കാം 1200, അല്ലാതെ നമ്മളെ മറ്റു രീതിയിൽ വന്നതായിരിക്കില്ല. അല്ല, അത് ഞാൻ മലപ്പുറത്തിന്റെ കാര്യങ്ങൾ മാത്രമേ എനിക്ക് അറിയുള്ളൂ. മലപ്പുറത്ത് നോൺ ജോയിനിങ് വിദ്യാർത്ഥികളായിട്ട് അവരുടെ എണ്ണം കുറയ്ക്കുന്ന സമയത്ത് സമാനമായ രീതിയിൽ പാലക്കാടും കോഴിക്കോടും ഉണ്ടാവാം. ഈ വിദ്യാർത്ഥികളൊക്കെ എവിടെ പോകുന്നു എന്നൊരു ചോദ്യമില്ല. അല്ല, അതിപ്പോൾ ഞാൻ മലപ്പുറത്തിന്റെ കേസ് മാത്രമാണ് നമ്മൾ സ്റ്റഡി ഏൽപ്പിച്ചത്. ഇപ്പം ഈ പറഞ്ഞ പോലെ മറ്റു ജില്ലകളിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ആദ്യം 3 ഘട്ട അലോട്ട്മെന്റുകൾ ഇതേപോലെ നോൺ ജോയിനിങ് വിദ്യാർത്ഥികളായിട്ടില്ല 12,000 വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. അതിൽ 14,000 വിദ്യാർത്ഥികൾ പലയിടങ്ങളായി അഡ്മിഷൻ കഴിഞ്ഞു മന്ത്രി പറഞ്ഞു. ശേഷിക്കുന്ന 7,054 വിദ്യാർത്ഥികളുണ്ട്. അവരുടെ കാര്യത്തിൽ എന്തായിരിക്കും? അല്ല, അവർക്ക് ഈ സപ്ലിമെന്ററിയിൽ അപേക്ഷിക്കാമല്ലോ. ഇല്ല, സപ്ലിമെന്ററി അവസരം കൊടുത്തിട്ടില്ല. ആ 7,054 നോൺ ജോയിനിങ് വിദ്യാർത്ഥികൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റ് അപേക്ഷിക്കാൻ സർക്കാർ അവസരം കൊടുത്തിട്ടില്ല. നിങ്ങൾ ആദ്യം ഫസ്റ്റ് അലോട്ട്മെന്റിലാണ് ആദ്യം 3 ഘട്ട അലോട്ട്മെന്റിന് ശേഷം അഥവാ ഇഷ്ടപ്പെട്ട വിഷയം അത് നമ്മൾ ഏതൊരു അഡ്മിഷൻ പ്രോസസ്സിലും അതിൻ്റെതായ ചില നിയമങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പം നമ്മൾ നീറ്റ് എടുക്കുകയാണെങ്കിലും അല്ലെ, ഇത് കൊല്ലങ്ങളായി ഓക്കെ ഞാൻ പറയട്ടെ, അത് കൊല്ലങ്ങളായിട്ട് ഒരു കുട്ടി അഡ്മിഷൻ നേടാതിരിക്കണമെങ്കിൽ ഇപ്പോൾ താല്പര്യമുള്ള വിഷയമോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള വിഷയമോ വിദ്യാലയങ്ങൾക്ക് അഡ്മിഷൻ നേടാതിരിക്കില്ലല്ലോ. അത് കിട്ടാതിരിക്കുന്നത് കൊണ്ടാണല്ലോ അഡ്മിഷൻ എടുക്കാത്തത്. അതെ, ഞാൻ മറുപടി പറയാം. അതായത് ഓരോ സംഭവത്തിനും ഓരോ സിസ്റ്റം ഉണ്ടല്ലോ. ഇപ്പം നീറ്റ് ആണെങ്കിലും നിങ്ങൾക്കറിയാം, അവിടെ അഡ്മിഷൻ നേടിയില്ലെങ്കിൽ ആ കുട്ടിക്ക് നഷ്ടപ്പെടും. അപ്പം നമ്മൾ ഒരു കുട്ടി അപേക്ഷിക്കുമ്പോൾ ഏതെല്ലാം ആ കുട്ടികളുടെ അപേക്ഷയിൽ ആ കുട്ടി സ്കൂൾ സെലക്ട് ചെയ്യും. നമ്മൾ കൊടുക്കുന്നതല്ലല്ലോ. ആ സ്കൂൾ സെലക്ട് ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് പോകാൻ കഴിയുന്ന താല്പര്യമുള്ള ആ സ്കൂളുകളാണ് സെലക്ട് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ അവിടെ വേറൊരു കുട്ടിക്ക് അവസരം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഈ കുട്ടിക്ക് അഡ്മിഷൻ നമ്മൾ കൊടുക്കുമ്പോൾ ആ കുട്ടി പറഞ്ഞ സ്കൂളിലെ കൊടുത്ത് 50ാമത്തെ ഓപ്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ 5ാമത്തെ ഓപ്ഷൻ ആയിക്കോട്ടെ, ആ കുട്ടി ആവശ്യപ്പെട്ടതാണ്, അവിടെയാണ് നമ്മൾ കൊടുക്കുന്നത്. അവിടെ നമ്മൾ ആ കുട്ടി ജോയിൻ ചെയ്തില്ലെങ്കിൽ അവിടെ വേറെ കുട്ടികളുടെ സാധ്യത അവിടെ നഷ്ടപ്പെടുക. പിന്നെ ആ കുട്ടിക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ വേറെ കുട്ടി കയറിപ്പോവും, മാർക്ക് കുറഞ്ഞ കുട്ടി. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ കുട്ടി അപേക്ഷിച്ച സ്ഥലത്ത് കൊടുത്തിട്ടും ആ കുട്ടി എന്തുകൊണ്ട് ചേർന്നില്ല? ആ സമയത്ത് ആ കുട്ടിയുടെ ഇത് ഈ കൊല്ലം മാത്രമുള്ളൊരു ഇഷ്യൂ അല്ല. ഇത് നമ്മൾ സിംഗിൾ വിൻഡോ തുടങ്ങിയ കാലം മുതൽക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം. ഇതിന് നമ്മൾ ക്ലാസ്സുകളും ഹെൽപ്പ് ഡെസ്കുകളും ഒക്കെ വെച്ചിട്ട് കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മനസ്സിലായി? അധ്യാപകരാണെങ്കിലും സ്കൂളിൽ നിന്നാണെങ്കിലും ആദ്യം പറഞ്ഞത് നിങ്ങൾ പരമാവധി സ്കൂളുകളിലേക്ക് അപേക്ഷ നൽകുമെന്നാണ്. അല്ലേ? അങ്ങനെയല്ലേ? അല്ല, നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് പോകാൻ കഴിയുന്ന സ്കൂളുകളിൽ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഫസ്റ്റിൽ താൽക്കാലികം ചേരാം. അത് കഴിഞ്ഞ് 2ാമത്തെ അലോട്ട്മെന്റ് 3ാമത്തെ അലോട്ട്മെന്റ് 2ാമത്തെ അലോട്ട്മെന്റ് താൽക്കാലികം ചേരാം. 3ാമത്തെ അലോട്ട്മെന്റ് സ്ഥിരപ്പെടണം. അപ്പോൾ ഇതിന് ഈ ഇടയ്ക്കിലൊക്കെ എന്തുണ്ടെന്ന് അറിയോ? ഇപ്പോൾ താൽക്കാലികം ചേർന്നൊരു കുട്ടിക്ക് അതിന് മുകളിലുള്ള ഓപ്ഷൻ കഴിഞ്ഞ മുകളിലൊക്കെ ഡിലീറ്റ് ആയിപ്പോയി, താഴെയുള്ള ഓപ്ഷൻസൊക്കെ മാറ്റാനുള്ള അവസരമുണ്ട്. അത് ആ സ്കൂളിൽ തന്നെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഇനി താഴേക്കുള്ള അവസരങ്ങളാണ് എനിക്കുള്ളത്. അടുത്ത അലോട്ട്മെന്റിൽ വരുന്നത് ഞാൻ താൽക്കാലികം ചേർന്നു, താഴെയുള്ള സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പോകേണ്ടി വരും എന്നുള്ളത് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അത് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അപ്പം ചെയ്യാം, ഈ താൽക്കാലികം ചേരുമ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യാം. പക്ഷേ
പിന്നെ താഴെ നിന്ന് കിട്ടിയിട്ട് ആ കുട്ടി പോയില്ലെങ്കിൽ ആ സീറ്റ് മറ്റൊരു കുട്ടികളുടെ സീറ്റിലുള്ള ചാൻസ് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ താഴെയുള്ള ഒരാൾ അതിലേക്ക് കയറിപ്പോകും. അതിന് ആ സിസ്റ്റത്തിലൂടെ വരുന്നത് കൊണ്ടാണ് ഈ കുട്ടികൾക്ക് പിന്നീട് അപേക്ഷിക്കാൻ കഴിയാത്തത്. സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അവർക്ക് അവസരം നൽകുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ സീറ്റുകൾ ഉൾപ്പെടെയുള്ള സീറ്റുകളിലേക്കാണോ പരിഗണിക്കുക? അങ്ങനെ എനിക്ക് അങ്ങനെ ഇത് സാങ്കേതികത്വം നമുക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ പറയുന്നത് അല്ല ഞാൻ അല്ല ഇതില് വിദ്യാർത്ഥികളാണ് അങ്ങനെ ഫസ്റ്റ് 3 ഘട്ട അലോട്ട്മെന്റിൽ തന്നെ വെട്ടിയിരിക്കുന്നത്. ഇപ്പോൾ സാർ പറഞ്ഞ കണക്ക് പ്രകാരം ഇപ്പം സപ്ലിമെന്റ് അലോട്ട്മെന്റിന് ശേഷമുള്ള അലോട്ട്മെന്റ് കണക്ക് സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടില്ല ഔദ്യോഗികമായിട്ട്. അങ്ങനെ സാർ പറഞ്ഞത് വിശ്വാസത്തിലെടുക്കാൻ 1200ഓളം വിദ്യാർത്ഥികൾ അപ്പോഴും പുറത്താണ്. ഈ വിദ്യാർത്ഥികൾക്ക് ഇനിയിപ്പോൾ അടുത്ത ഘട്ട അലോട്ട്മെന്റ് വരികയാണെങ്കിൽ അധിക ബാച്ച് അനുവദിച്ചിലേക്ക് അലോട്ട്മെന്റ് വരികയാണെങ്കിൽ അപേക്ഷിക്കാനുള്ള അവസരം നിലവിലെ പോളിസി അനുസരിച്ച് ലഭിക്കില്ല. സ്വാഭാവികമായും ആ കുട്ടികളും ഈ സിസ്റ്റത്തിൽ നിന്ന് പുറത്തു പോവുകയാണ്. 1200 കുട്ടികൾ ചേർന്നിട്ടില്ല എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു വേറെ ജില്ലയിൽ മറ്റുള്ള ജില്ലകളിൽ നിന്നാണ് ഉറപ്പൊന്നുമില്ലല്ലോ. ജോയിൻ വിദ്യാർത്ഥികളാണല്ലോ പറയാം. അത് എന്തുകൊണ്ട് നോൺ ജോയിനിങ് എന്നുള്ളത് നമുക്ക് കാരണം പറയാൻ പറ്റില്ല. ഉറപ്പുണ്ടോ അത് മറ്റുള്ള ജില്ല കിട്ടിയത് കൊണ്ടാണ് അഡ്മിഷൻ എടുക്കാതിരുന്നത് ഉറപ്പുണ്ടോ? അങ്ങനെ ഒരു സിസ്റ്റം അല്ലല്ലോ അത്. അവരെന്തെങ്കിലുമൊക്കെ നിങ്ങൾ പറഞ്ഞ എനിക്ക് മനസ്സിലായി. അടുത്തതിൽ പരിഗണിക്കണമായിരുന്നു. BHSC ഇതേ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ്. BHSC ഇതേപോലെ നോൺ ജോയിൻ വിദ്യാർത്ഥികൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റ് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. ആ അവസരം എന്തുകൊണ്ടാണ് HSC കൊടുക്കാത്തത്? ഇതില് ഈ ഏകജാലക സംവിധാനമായിട്ട് പിന്നെ ഞാൻ പറയട്ടെ, നമ്മൾ നേരിട്ട് ബന്ധപ്പെടുന്നില്ല ഈ ഓഫീസ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും നമുക്ക് സജഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുക്കുകയും അവരത് ഗവൺമെന്റ് തലത്തിൽ പരിഗണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ മറ്റ് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരാതികൾ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, മുകളിലേക്ക് അയച്ചു കൊടുക്കാറുണ്ട്. അല്ലാതെ പൊതുവായിട്ടുള്ളൊരു ഈ പരാതി 1-2 കിട്ടിയിരുന്നെങ്കിലും നമ്മളത് അവിടേക്ക് അയച്ചു കൊടുക്കാന്നല്ലാതെ ഇവിടുന്ന് അതിൽ സംവിധാനങ്ങൾ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഒന്ന് പിന്നെ അത് നമുക്ക് ആ കുട്ടിക്ക് അല്ല അത് എടുത്തിട്ടുണ്ടോന്ന് തന്നെ ആ കുട്ടിക്ക് അറിയാൻ. നമുക്ക് പിന്നെ നേരിട്ട് അവർ കണക്ഷൻ ഇല്ല. ആ കുട്ടിയെ അവരതിന് ചേർക്കുകയോ ഇപ്പം IED കേസിലൊക്കെ ചില കേസുകൾ അങ്ങനെ വരാറുണ്ട്. പിന്നെ നമുക്കതിന് മറുപടി വരാറില്ല. കുട്ടിയെ ആ പിന്നെ ലിങ്കിൽ ആ സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടുത്തുന്ന സിസ്റ്റമൊക്കെയാണ് വരാറ്. അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല.